അപ്പം നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലെന്നേ, ചുമ്മാ അങ്ങ് എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് എനിക്ക് ജോലിയുള്ളൊരു ദിവസമായിരുന്നേ. പക്ഷേ രാവിലെ നോക്കിയപ്പോൾ മെസ്സേജ് കിടക്കുന്നു എൻ്റെ ജോലി ഡ്രോപ്പായെന്ന്. അപ്പം എൻ്റെ ഉറക്കം പോയതാ. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ രാവിലെ, രണ്ടല്ല കേട്ടോ, ഞങ്ങൾ 3 പേരും രാവിലെ പള്ളിയിൽ പോയേ. കാരണം ഉണ്ടല്ലോ, സന്തോഷം വന്നാലും സങ്കടം വന്നാലും പിന്നെ കിടന്നാൽ നമുക്ക് ഉറക്കം വരത്തില്ലെന്നേ. എനിക്ക് ജോലിയില്ലെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഓർത്ത് എന്നാണെങ്കിലും രാവിലെ എഴുന്നേറ്റതല്ലേ, എന്നാൽ പള്ളിയിൽ പോയി കുർബാനയൊക്കെ കണ്ടേക്കാന്ന്. അങ്ങനെ പള്ളിയിലൊക്കെ പോയി കുർബാനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു. കാരണം ഇപ്പം ജേഡുവിന് വേദപാഠ ക്ലാസ്സില്ലേ, സൺഡേ സ്കൂള്, കാറ്റക്കിസം ക്ലാസ് ഓൺലൈനാണ്. അപ്പോൾ നമുക്ക് പള്ളിയിൽ പോയി കുർബാനയൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഓൺലൈനിൽ കാറ്റക്കിസം കൂടിയാൽ മതി. അതാണെങ്കിൽ ഇവിടുത്തെ ഒരു 10:45, എനിക്കൊന്ന് 10:30 ആണെന്ന് തോന്നുന്നു, ആ സമയത്താണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പിന്നെ കറങ്ങാനൊന്നും പോയില്ല. കറങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ സൺഡേ ക്ലാസ് ഇല്ലേ, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ക്ലാസ് കഴിഞ്ഞ് കറങ്ങാൻ പോകുന്നു. അതുകൊണ്ട് കറങ്ങാൻ പോഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു കോഫിയൊക്കെ മഗ്ഗിനകത്ത് എടുത്തുകൊണ്ടാണ് പോയത്. ശരിക്കും അങ്ങനെ ഒരു പോക്കില്ല. ഇതിപ്പോൾ രാവിലെ ജസ്റ്റ് എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണേ, അത് കുടിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ്. അങ്ങനെ വരുന്ന വഴിക്ക് മിററിൻ്റെ മുമ്പിൽ കുറച്ച് പോസ്റ്റൊക്കെ ചെയ്ത് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന ഉടനെ തന്നെ ജഡുവിൻ്റെ ഓൺലൈൻ ക്ലാസ് തുടങ്ങി, സൺഡേ സ്കൂളിൻ്റെ. അങ്ങനെ ഞങ്ങൾ അടുത്ത ട്രിപ്പ് ഇറങ്ങി ഗൈസ്. ഞങ്ങൾ പള്ളിയിൽ പോയി വീട്ടിൽ വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ജേഡ് സൺഡേ സ്കൂളിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അമ്മേ പിന്നെ ഞങ്ങളല്ല, ഇവർ രണ്ടുപേരും മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സിനിമയ്ക്ക്. എനിക്കിന്ന് ജോലിയായിരുന്നേ, പക്ഷെ ഇന്ന് എനിക്ക് ഡ്രോപ്പായി രാവിലെ. രണ്ടിനും സഹിച്ചില്ല. അപ്പോൾ ഞാൻ ജോലിയാന്നൊക്കെ വിചാരിച്ച് രണ്ടുപേരും സിനിമയ്ക്ക് ടിക്കറ്റ് ഒക്കെ എടുത്ത് സുഖിച്ചിരിക്കുമായിരുന്നു. ഞാൻ നിങ്ങൾ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തേക്കുന്ന റീമോളിലല്ലേ? ഞാൻ റീമോളിൽ കൂടി ഇങ്ങനെ ഒരു വേഴാപ്പലിനെ പോലെ അലഞ്ഞ് നടക്കും. പക്ഷെ വേഴാപ്പല് വെറുതെ അലയത്തേ ഉള്ളൂ, ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചും കൂട്ടും. ദാറ്റ്സ് ദ ഡിഫറൻസ്. അപ്പൊ ഇന്ന് എല്ലാം വാങ്ങി ഞാൻ. ഫുഡ് പക്ഷെ വാങ്ങിക്കാൻ പറ്റത്തില്ല, വയറ് നിറഞ്ഞപ്പോ. എന്നാലും ഞാൻ വാങ്ങിക്കും. അപ്പൊ ഞാൻ എന്നെ കുറിച്ചൊരു ഇൻട്രോ പറഞ്ഞില്ലല്ലേ. എൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ. ഞാൻ അബുദാബിയിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന ഒരു ചെറിയൊരു വ്ളോഗറാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ ലിറ്റി ജസ്റ്റിൻ. ഇതുപോലെ എന്താ പറയുന്നത്, എൻ്റെ വീഡിയോയ്ക്ക് എനിക്ക് തന്നെ ഒരു ഗ്യാരണ്ടി ഒന്നും തരാൻ പറ്റത്തില്ല, ഏത് ടൈപ്പ് വീഡിയോ എന്നൊക്കെ. ഇതുപോലെ വട്ടുപിടിച്ച വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, എൻ്റെ കൂടെ കൂടാം. നാട്ടിലെ ക്ലൈമറ്റ് ആട്ടോ, മഴ അടിപൊളി, സൂപ്പർ വൈബ് അല്ലേ. നല്ലൊരു പാട്ടൊക്കെ, ജോൺസൺ മാഷിന്റെ പാട്ട്, മഴ കട്ടൻ കാപ്പി. മുഖത്തങ്ങ് സന്തോഷം ഇല്ലല്ലോ. രണ്ടും കൂടെ അർമാദിക്കാന്ന് വിചാരിച്ചു. എനിക്ക് അബദ്ധത്തിലോ ഡ്രോപ്പ് കിട്ടുന്ന സ്വപ്നത്തെ ദൈവത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്. അങ്ങനെ അല്ല, ഞാൻ കാണുന്നത് ജസ്റ്റിന്റെ പേരും പറഞ്ഞിട്ടൊന്നുമല്ലോ ടിക്കറ്റ് ബുക്ക് ചെയ്തേ അല്ലേ. അപ്പൊ എനിക്കും കൊച്ചിനും പോകാമല്ലോ. പിള്ളേരുടെ അവിടെ എനിക്ക് ഇഷ്ടമില്ല, നിങ്ങൾ പിള്ളേർ കയറി കണ്ടാ മതി. രണ്ടുപേര്, ഞാനില്ല, സിനിമയ്ക്ക് പോകാനൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ദൈവമേ, നീ എത്ര വലിയവൻ. മോന്തിരിക്കുന്നുണ്ടോ എന്റെ? അതിന് പിള്ളേരുടെ സിനിമയ്ക്ക് നിന്റെ അപ്പനെന്തിനാ പോകുന്നേ? അപ്പം പിള്ളേരാണോ? അപ്പൊ എനിക്ക് എന്നാ ക്ലാച്ചി ഒന്നും വേണ്ടേ? മാരിയുടെ ഫ്രണ്ടിന്റെ പേരെന്നാ പറ. അതെ അതെ, മാരിയുടെ ഫ്രണ്ടിന്റെ പേര് പറ. ഞാൻ ഒരു ക്ലൂ തരാം, സ്റ്റാർട്ടിങ് വിത്ത് എല്ല്. പറ. മാരിയുടെ ഫ്രണ്ടിന്റെ പേരെന്നാ? ജസ്റ്റ് പറ. ആ ബ്രദർ, അതന്നെ, ഫ്രണ്ട് അല്ല ബ്രദർ. ആരാ? ലാമിയോ ഒന്നല്ല. ജസ്റ്റ് പറ എന്നാ. പറ. എനിക്കൊന്നും അറിയത്തില്ല. നൊസ്റ്റാൾജിയ വേണ്ടേ? ജസ്റ്റ് ഈ പിള്ളേരുടെ ഊളപ്പടത്തിന്റെ ചോദിച്ചാൽ ഞാനിപ്പോ ജസ്റ്റ് ജനറൽ നോളജ് ചോദിച്ചു ജസ്റ്റ് നാറും കേട്ടോ. എന്നാ ഒന്നും വേണ്ട. നമ്മുടെ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ നിൽക്കുന്ന LDF UDF BJP സ്ഥാനാർത്ഥികളുടെ പേര് അതാ മാരിയുടെ മാരിയുടെ ഫ്രണ്ടിന്റെ പേരൊക്കെ അറിയാം, പക്ഷേ അതൊന്നും അറിയത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞാലേ, അബുദാബിയിലെ ക്ലൈമറ്റ് കണ്ടാൽ നമുക്ക് തിയേറ്ററിലൊന്നും പോയിരുന്ന സമയം കളയാൻ തോന്നത്തേ ഇല്ല കേട്ടോ. അത്രയും പൊളി വൈബും പൊളി ക്ലൈമറ്റും. വണ്ടിയിലൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പുറത്തോട്ട് നടക്കാൻ തോന്നുന്ന ഒരു ക്ലൈമറ്റാണ്. അങ്ങനെ ഫൈനലി നമ്മൾ റീമോളിൽ ചെന്ന്, ഞാൻ എപ്പോഴും പറയാറില്ല, നമ്മൾ മൂവിക്ക് പോകുന്നത് റീമോളിലാണ് എപ്പോഴും. കാരണം നമ്മുടെ അടുത്തുള്ളൊരു തിയേറ്റർ അതാണ്. പിന്നെ നമുക്ക് ഏറ്റവും സൗകര്യവും ഇഷ്ടവും
റീമോളിൽ വോക്സിൽ സിനിമയ്ക്ക് പോകുന്നത്. കാരണം അവിടുത്തെ ഫുൾ റിക്ലൈനേഴ്സ് ചെയറാണ്. അപ്പം നല്ല സുഖമുണ്ടല്ലോ, കിടന്നങ്ങ് കാണാതാണ്. ശരിക്കും കൊച്ചാണേലും വിചാരിച്ചേ ഇവർ രണ്ടും കൂടെ ആണല്ലോ ടിക്കറ്റ് എടുത്തേ, അങ്ങനെ സുഖിച്ച് അപ്പനെ കൊണ്ട് കണ്ടതെല്ലാം വാങ്ങിപ്പിച്ച് അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അവൻ പോലും വിചാരിക്കാതെ എനിക്ക് ഓഫ് കിട്ടുന്നത്. അതുകൊണ്ട് അവൻ ഒരു ചെറിയ നീരസം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഞാൻ മൂവിക്കൊന്നും കയറുന്നൊന്നുമില്ല, കാരണം അവർ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നേ. പിന്നെ എനിക്കുണ്ടല്ലോ ഈ പിള്ളേരുടെ മൂവിയൊന്നും ഞാൻ പറയുന്നല്ലേ ഇതൊന്നും കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. ജസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ അവനെയും കൊണ്ട് മൂവിക്ക് പോകുന്നല്ലാതെ, അതല്ലാതെ ഇവർ നോർമലി അല്ല, പിന്നെ ഇവർ രണ്ടും കൂടെ പോകും, ഞാൻ ഷോപ്പിങ്ങിന് പോകും. എന്നാളല്ല ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടെന്ന് കരുതി ഞാനും കയറി കേട്ടോ. ഇവരോട് ടാറ്റ കൊടുത്തുള്ള വീഡിയോയിലൊക്കെ കണ്ടാൽ തോന്നുന്നു ഇവർ എയർപോർട്ടിൽ കൂടെ കയറി എങ്ങാണ്ടോട്ടോ ഏതോ കൺട്രീസിൽ പോകാമെന്നല്ലേ. അവർ മനസ്സിൽ ചട്ടനും പോയി പൊട്ടനും പോയി ലല്ലലാന്ന്, അതേ പാട്ട് തന്നെയാണ് എൻ്റെ മനസ്സിലും. ചട്ടനും പോയി പൊട്ടനും പോയി ലല്ലല, എങ്ങോട്ട് തുടങ്ങും എവിടുന്ന് തുടങ്ങും എന്നൊരൊറ്റ കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കാണെങ്കിലും ഷോപ്പിംഗ് നടത്താൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷോപ്പിംഗ് മോളാണ് റീമോളെ. വിൻഡോ ഷോപ്പിംഗ് എന്നത് ഈ ചവറ് പോലെ സാധനങ്ങൾ വാരിക്കൂട്ടുക അങ്ങനെയൊന്നുമില്ല, ചുമ്മാ എത്ര മണിക്കൂർ കിട്ടിയാലും എനിക്കവിടെ തികയത്തില്ലെന്നുള്ള. പിന്നെ ഈ പിള്ളേരുടെ മൂവിയുടെ ഒരു പ്രത്യേകത അധികം നേരം ഇല്ലെന്നേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വാഴ മൂവി ഇല്ലേ, അതിൻ്റെ പോസ്റ്റേഴ്സ് കേട്ടോ, സ്ക്രീനിൽ വലിയ സ്ക്രീനിൽ വോക്സിൽ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമല്ലേ, നമ്മുടെ മലയാളികളുടെ മൂവി വോക്സിലൊക്കെ ഇങ്ങനെ കാണിക്കാമെന്നൊക്കെ പറയുന്നത്. അങ്ങനെ അവിടെ കുറച്ച് നേരം പടമൊക്കെ പിടിച്ച് കറങ്ങി നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഷോ. ഇത് പിന്നെ ഇപ്പം ഞാൻ സാധാരണ വിൻഡോ ഷോപ്പിങ്ങിന് പോകുന്നതിൽ അധികം സമയമില്ലേ തന്നെ. കാരണം ഉണ്ടല്ലോ ഈ പിള്ളേരുടെ മൂവിയൊക്കെ ഇംഗ്ലീഷ് മൂവീസൊക്കെ ഒരു 1.25 മണിക്കൂറും കൊണ്ട് തീരും. നമ്മുടെ മലയാളം മൂവീസിൻ്റെ അത്രയും ദൈർഘ്യമില്ല ഇവരുടെ മൂവിക്ക്. അതുകൊണ്ട് തന്നെ ഒരു 3-4 ഷോപ്പിൽ കയറി കഴിയുമ്പോഴത്തേനും ഇവർ സിനിമ കഴിഞ്ഞിറങ്ങും. അങ്ങനെ ഞാൻ പതുക്കെ അതുവഴി തെണ്ടി തിരിഞ്ഞ് നടന്ന് ഞാൻ നമ്മുടെ ഹോം സെൻറ്ററിലൊന്ന് കയറി. അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നേ ഹോം സെൻറ്ററിൽ കയറണമെന്ന്. ഇങ്ങോട്ട് നോക്കി അവരുടെ എന്താ പറയുന്നത് ഹോം ഡെക്കർ സാധനമൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയല്ലേ. ഈ കപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ ജേട് പൊട്ടിച്ച അതേ കപ്പ. ഇത് കണ്ടോ, കൊരണ്ടി, നമ്മുടെ നാട്ടിൽ പണ്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനമല്ലേ. ഏകദേശം ഇല്ല അതുപോലെ തന്നെ ഇരിക്കുന്നത്, പക്ഷേ നമ്മുടെ നാട്ടിൽ കൊരണ്ടി നേരെ ഇരിക്കുന്നതെന്നുള്ളൂ അല്ലേ. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുമോ ഹോം സെൻറ്ററിലല്ല ഇവിടെ ഈ പുറത്തൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഇതൊന്നും വാങ്ങിച്ചില്ലേലും ഇതെല്ലാം കണ്ടുകൊണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെനിക്ക് മാത്രമൊന്നും ആയിരിക്കില്ല, ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഷോപ്പിംഗ് മോളിൽ കൂടി ഇങ്ങനെ വായി നോക്കി തെണ്ടി തിരിഞ്ഞ് ഇഷ്ടമുള്ള സാധനമൊക്കെ പെറുക്കി നോക്കി അതിൻ്റെ വിലയൊക്കെ നോക്കി. ഞങ്ങൾക്കത് വാങ്ങിക്കണമെന്നൊന്നും ഇല്ലെന്നേ, ചുമ്മാ ഒന്ന് എടുത്ത് നോക്കുക, വില നോക്കുക, അങ്ങ് തിരിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. ഇത് കണ്ടോ, വേറൊരു സാധനം ഞാൻ കണ്ടതാണേ, നമ്മുടെ ഈ കടുക് പൊട്ടിക്കുന്ന കൂട്ടർ പാനില്ലേ, ആ സെയിം സാധനം ഒന്നും എടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചേ. പിന്നെ ഞാൻ ഓർത്തു എന്തിനാണ് കടുക് പൊട്ടിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു സാധനം, അല്ലാതെ കടുക് പൊട്ടിക്കുന്ന സാധനം എനിക്കുണ്ടല്ലോ, അതൊരു പാഴ്ചലവല്ലേ എന്ന് കരുതി ഞാനത് എടുത്തില്ല കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലിട്ടു, ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വാങ്ങിക്കണേ. ഇത് കണ്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എനിക്ക് ഈ ഫ്ലോറൽ ഡിസൈനിലുള്ള സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബേക്കിംഗ് ഡിഷൊക്കെ നല്ല ഭംഗിയില്ലേ. ഇതൊക്കെ ടിഫിൻ ബോക്സുകളാണ് ഗ്ലാസിൻ്റെ. അത് കണ്ടപ്പോഴും എനിക്ക് തോന്നി ഒന്നെടുത്താലോ ഒന്ന്. നല്ല ഭംഗിയുണ്ടല്ലേ, നമുക്ക് ലഞ്ചൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ. മൈക്രോവേവ് ഓവൻ സേഫാണ്, ഗ്ലാസ്സാണ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഗ്ലാസ്സിൻ്റെ മാത്രമല്ല കേട്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒക്കെ ഉണ്ട്. ഈ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ നല്ലതല്ലേ, കാരണം അവർ അവിടെ പ്രീ ഹീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതാകുമ്പോൾ ചൂട് സാധനങ്ങൾ സേഫായിട്ടിരുന്നോളൂ. ഞാൻ ജേഡുവിന് ഇങ്ങനത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അകത്താണ് കൊടുത്തു വിടുന്നത്, കാരണം പ്ലാസ്റ്റിക്കിനകത്ത് കൊടുത്തുവിടുന്ന അത്ര സേഫ് അല്ലല്ലോ. ജേഡുവിൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ടിഫിൻ ബോക്സും ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചാണേ. ഇത് കണ്ടോ, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒത്തിരി ടിഫിൻ ബോക്സുകളുണ്ട്. പിന്നെ ഞാൻ ലോക്കേഴ്സിൻ്റെ സൈഡിൽ ചെന്നുകൊണ്ട് ഇങ്ങനത്തെ ഒരു ലോക്കറാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത്. കാരണം ഉണ്ടല്ലോ ഇവിടെ എനിക്കറിയില്ല, നമ്മുടെ ആ ഏരിയകളിലൊക്കെ ഞാൻ കണ്ടിടത്തൊക്കെ UAE ഇങ്ങനെ കബോർഡിനൊന്നും വലിയ ഉറപ്പുള്ള കബോർഡ്സ് ഒന്നും അല്ലെന്നേ. നമ്മുടെ ഗോൾഡും നമ്മുടെ വാലറ്റും നമ്മുടെ പാസ്പോർട്ടും ഒക്കെ വെക്കുന്നത് ഇച്ചിരി സേഫായിട്ടുള്ള സ്ഥലത്തായിരിക്കുന്നതല്ലേ നല്ലത്. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലൊക്കെ പുറത്തുനിന്ന് ജോലിക്കാർ വരുന്നതുകൊണ്ടേ നമുക്ക് അവരെ 100% ട്രസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തപ്പിയത് ഇത് ഇങ്ങനത്തെ സാധനം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എൻ്റെ മനസ്സിലിത് ഈ ഒരു കപ്പ് അത് തന്നെ വേണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു കേട്ടോ. ചെന്നപ്പോൾ എന്നാണല്ലോ അതുണ്ട്. ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു ഈ ഒരു മഗ്. അതാണ് ജേഡു ഈയിടെ പൊട്ടിച്ചത്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നിനും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെന്ന്. എനിക്ക് പല ഫ്ലോറൽ ഡിസൈനിലുള്ളതൊക്കെ കണ്ടെങ്കിലും പക്ഷേ സൈസ് അങ്ങോട്ട് ഒത്തില്ലെന്നുള്ള. സത്യം പറഞ്ഞാൽ എനിക്കൊരു മൊന്തയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു ചെരുവത്തിനകത്ത് കുടിക്കുന്ന ശീലവും നിങ്ങൾക്കറിയാമല്ലോ. അത് കഴിഞ്ഞ് പോയപ്പോഴേ ഈ ഒരു സ്പൂൺ ആൻഡ് ഫോക്ക് ഉണ്ട് കേട്ടോ, നല്ല ഗോൾഡൻ സാധനം. പണ്ട് കാർന്നോന്മാരൊക്കെ പറയത്തില്ലേ സ്വർണ്ണ കരണ്ടിയിൽ കോരി കുടിച്ചവളാന്ന്, അത് തന്നെ അവളാണ് ഞാൻ. ഇനി നമുക്ക് പറയാമല്ലോ ഞാൻ സ്വർണ്ണ കരണ്ടിയിലാണ് കോരി കുടിക്കുന്നതെന്ന്. ഒരു സ്പൂണ് ഫോർക്ക് എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ, പക്ഷെ ഞാൻ എടുത്തൊന്നുമില്ല. അങ്ങനെ ഹോം സെൻറ്ററിൽ നിന്ന് അല്ലറ ചില്ലറ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിറങ്ങി. എന്തോരം കൺട്രോൾ ചെയ്യാൻ നോക്കിയാലും ചിലതൊക്കെ എടുത്തു
പോകും കേട്ടോ. ഒത്തിരി വിലയുടെ ഒന്നും എടുത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മഗ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തു. അങ്ങനെ ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം അടുത്ത ഷോപ്പ്. ഇങ്ങനെ ഓരോ ഷോപ്സിൽ കൂടെ ഞാൻ കയറി ഇറങ്ങി. ചില ഷോപ്സിലൊക്കെ നമ്മൾ ഈ ആൾക്കാർ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ചെറിയ ചമ്മലുണ്ട് കേട്ടോ. ഇത് ഞാൻ വിമൻ സീക്രട്ടിൽ കയറുതാട്ടോ. ഇന്നാളൊക്കെ എന്നോട് ആരാണ്ട് ചോദിച്ചു എൻ്റെ നൈറ്റ് ഡ്രസ്സൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന്. അത് വിമൻ സീക്രട്ടിൽ നിന്നൊക്കെ ഉള്ളതായിരുന്നു. നമുക്ക് ജോലി കിട്ടുന്നതിന് മുമ്പൊക്കെ അല്ലേ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്. നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശം കാണും, ഒരു ഡ്രസ്സ് എടുക്കണം, അല്ലെങ്കിൽ ഒരു ചെരുപ്പ് എടുക്കണം, അങ്ങനെ. ഇപ്പം നമ്മൾ അങ്ങനെ പോകാറില്ലല്ലോ. നമ്മൾ ചുമ്മാ ഇങ്ങനെ കറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ കണ്ണിൽ കണ്ട് ഇഷ്ടപ്പെട്ടത് നമ്മൾ എടുക്കുന്നു. ഞാൻ അങ്ങനെ കേട്ടോ. ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ നല്ല പ്രൊമോഷനിൽ കിട്ടുവേ. അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം കിട്ടുമ്പോൾ ഞാൻ അങ്ങ് എടുക്കും. അതല്ലേ ഞാൻ നോക്കി വെക്കും കേട്ടോ, പ്രൊമോഷന് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഒറ്റ ഫ്ലോറോ 2 ഫ്ലോറോ കറങ്ങി തീർത്തേ ഉള്ളൂ. അപ്പോൾ തന്നെ ഒരു മൂവി കണ്ടിറങ്ങി. ശരിക്കും അവിടുത്തെ ഫുള്ള് ഫ്ലോർ പോലും ഞാൻ ഫിനിഷ് ചെയ്തില്ല. അങ്ങനെ ജസ്റ്റിൻ ജേഡുവും വന്ന് കുറേ നേരം കൂടെ കറങ്ങി നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ വണ്ടിയുടെ അടുത്ത് വന്നപ്പോഴാണ് അടുത്ത അക്കടി. ഇങ്ങോട്ട് നോക്കി, നമ്മുടെ വണ്ടിയുടെ നേരെ ക്ലോസ് ചേർന്ന് ആരോ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഡ്രൈവിംഗ് സീറ്റിലോട്ട് ജസ്റ്റിക്ക് കയറാൻ ഒരു വഴിയില്ല. നോക്കി എന്തടുത്താന്ന്. നമ്മളും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ചെറിയ അടുത്തായിട്ടാണ്. പക്ഷേ ആ വണ്ടിക്ക് അപ്പുറത്ത് 2 വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള ഇടയിട്ടിട്ട് ഇങ്ങനെ ചേർത്ത് പാർക്ക് ചെയ്തു. അതുകൊണ്ട് ഞാൻ ജസ്റ്റിനോട് ഞാൻ പോയി സെക്യൂരിറ്റിയെ വിളിക്കാം എന്നൊക്കെ. പക്ഷേ ജസ്റ്റ് പിന്നെ സമാധാനത്തിൻ്റെ ആളായതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു അതൊന്നും വേണ്ട, അതല്ലേ നമുക്ക് മാവാക്കിഫിനെ വിളിക്കാം. ജസ്റ്റ് പറഞ്ഞു വേണ്ട, ഞാൻ ഇപ്പുറത്തെ സീറ്റിൽ കൂടെ ഇപ്പുറത്തെ ഡോറിൽ കൂടെ കയറിക്കോളാം എന്നും പറഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഇപ്പുറത്തെ ഡോറിൽ കൂടെ കയറി വണ്ടി എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ റീമിയിൽ നിന്ന് പുറത്ത് ചാടിയേ. പുറത്തിറങ്ങിയപ്പോഴാണ് നല്ല മഴയായിരുന്നേ. നിങ്ങൾക്ക് ക്ലൈമറ്റ് കാണുമ്പോൾ ഊഹിക്കാൻ പറ്റിയല്ലേ, നല്ല മഴക്കാറൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടി നിന്ന് നല്ല ചാറ്റൽ മഴ, അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, നല്ല തണുത്ത കാറ്റും. പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ നാട്ടിലുണ്ടായിരുന്ന ഒരു ക്ലൈമറ്റ് ഇല്ലേ, ആ സെയിം ക്ലൈമറ്റ് ആയിരുന്നേ. എനിക്ക് പറഞ്ഞാൽ ഇവര് സിനിമയൊക്കെ കണ്ട് പോപ്കോൺ ഒക്കെ കഴിച്ച് പെപ്സിയൊക്കെ കുടിച്ച് അർമാദിച്ചു. ഞാൻ മാത്രം പട്ടി ചന്തയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന് ഗുയ്സ് ഒന്നും മാറ്റില്ല. കാരണം വീട്ടിൽ നിന്ന് കാപ്പിയും കുടിച്ച് വയറ് നിറച്ച് അപ്പവും സ്റ്റൂവും കുത്തി കെറ്റിട്ട് എന്നെ മനഃപൂർവ്വം ജസ്റ്റ് കൊണ്ടുപോയതാ. എനിക്ക് ഫീലായി. ഇതെന്താ പറഞ്ഞ പട്ടി എന്തൊക്കെയോ. എന്നോട് എല്ലാരും ചോദിക്കും കേട്ടോ ചിലപ്പം, എന്തിനാ ലിറ്റ് വെറുതെ ആ സാധു മനുഷ്യനെ ചൊറിയുന്നതെന്ന്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ മിണ്ടിയില്ല, പുള്ളിക്കാരൻ ഇങ്ങോട്ടൊന്നും മിണ്ടത്തില്ലെന്നേ. അപ്പൊ പിന്നെ ചൊറിയല്ലാതെ എന്നാ ചെയ്യുന്നത്? അങ്ങനെ ഞാൻ ചൊറിയുന്നോണ്ടാണ് നിങ്ങൾ കാണുന്ന ഈ ജസ്റ്റി എന്ന് പറയുന്ന മനുഷ്യൻ കുറച്ചെങ്കിലും സംസാരിക്കുന്നത്. അല്ലെ മൊത്തത്തോടെ ഊമയായി പോകുന്നേ. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് ഇപ്പൊ ഇവിടെ നാട്ടിൽ മുടിഞ്ഞ ചൂട്. അടിപൊളി അല്ലേ? കണ്ടില്ലേ, ഇത്രയും നേരം ഞാൻ സംസാരിച്ചിട്ടും അടിപൊളി ക്ലൈമറ്റ് അല്ലേ ജസ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ടും കമാന്നൊരക്ഷരം മിണ്ടുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കിയേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ചറപറ എന്ന് മിണ്ടിപ്പോന്നേ. ഇത് കണ്ടില്ലേ, നമ്മൾ ആ സിനിമാ തിയേറ്ററിൽ ആയിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മഴ അങ്ങ് കുറഞ്ഞു. ഇത് കണ്ടില്ലേ, നാട്ടിലെ പോലെയൊക്കെ കുടയും കൊണ്ടൊക്കെ പോകുമ്പം കാറ്റ് കാരണം കുടയൊന്നും നൂർക്കാൻ പറ്റത്തില്ലേ. പണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ഒന്നും ഇല്ല. നാട്ടിലായിരുന്നു ആൾക്കാർ കുട കൊണ്ട് നടക്കുക, മഴ കാണുക, അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പോൾ അസല് നാട്ടിലെ ക്ലൈമറ്റ് ഇവിടുത്തെ ക്ലൈമറ്റ് നാട്ടിലും ആണെന്ന് തോന്നുന്നല്ലേ. മൂവിയും കഴിഞ്ഞ് ഞങ്ങൾ പോരുന്ന വഴിക്ക് ജേഡുവിന് KFC വേണമെന്ന് പറഞ്ഞേ. അപ്പം ഞാൻ വിചാരിച്ചു നല്ല തണുത്ത മഴയും കാറ്റും അല്ലേ, നല്ല ചൂട് KFC വാങ്ങിക്കാമെന്നേ. അങ്ങനെ പോയതാ. അപ്പം മഴ കണ്ടപ്പോൾ പുള്ളിക്കാരന് ചാടി പുറത്തിറങ്ങണം. ഞാനും വിചാരിച്ചു കളിക്കട്ടെന്നേ, മഴയൊക്കെ കൊണ്ടല്ലേ നമ്മളും വളർന്നേ, പിള്ളേരും മഴയത്ത് നനയട്ടെ എന്ന്. നല്ല കാറ്റുമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തണുപ്പും കൂടെ ആയതുകൊണ്ടേ ഒരു പ്രത്യേക ഫീലിങ്സാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത് അനുഭവിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. എനിക്കായിരുന്നെങ്കിൽ ഒരു കോഫിയും കൂടെ കിട്ടിയാൽ പൊളിയായിരുന്നെന്ന് തോന്നിയേ. കാരണം ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് വയറ് ഫുള്ള് കഴിച്ചിട്ട് ഇറങ്ങിയോണ്ടേ പിന്നെ എനിക്കൊരു കോഫി കുടിക്കാനുള്ളൊരു മൂഡല്ലായിരുന്നു. പിന്നെ ഇത് ലഞ്ച് ടൈമും കൂടെ ആയതുകൊണ്ടേ. പക്ഷേ ഈ മഴ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഒരു കോഫിയൊക്കെ കുടിച്ച് നമ്മുടെ നാട്ടിലെ പാട്ടല്ല, നല്ല മലയാളത്തിലെ നല്ല മെലഡിയസ് സോങ്സ് ഒക്കെ കേട്ട് ഇങ്ങനെ മഴയത്ത് ഡ്രൈവ് ചെയ്യണം അല്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അല്ലേ. നമ്മുടെ മനസ്സിൽ വല്ല വിഷമോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് പോയി നല്ല ഫുള്ള് പോസിറ്റീവ് എനർജി വരും കേട്ടോ. അങ്ങനെ മഴയും കാറ്റും ഒക്കെ നനഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. ഞാനും വിചാരിച്ചു കുറച്ച് മഴ നനഞ്ഞേക്കാന്ന്. ചാറ്റൽ മഴയേ ഉള്ളൂ, എന്നാൽ നമ്മൾ എത്ര പോത്ത് പോലെ വളർന്നാലുമേ മഴയൊക്കെ കാണുമ്പോൾ നമ്മളുള്ള കുട്ടി അങ്ങ് പുറത്ത് ചാടുമെന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.